Nani and Yeshua.
ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിനത്ര മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിനത്ര മധുരം. ല്ല ജൂൺ 1-20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. ബട്ട് യു, ഇത് യേശു പറയുന്നതല്ല.
ഒരു ശിഷ്യൻ കർത്താവിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും രുചിച്ചറിഞ്ഞെത്തിയിരുന്നപ്പോൾ അത് അയാളുടെ ആഗ്രഹം, ഉള്ളിൻ്റെ ആഗ്രഹം എല്ലാവരും അതേപോലെ വരണം, അതേ കണക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള ഇതിനു വേണ്ടി ജൂഡ് പറയാണ്. ബട്ട് യു, പക്ഷെ നിങ്ങൾ, നമ്മുടെ അടുത്ത് ഇന്ന് സംസാരിക്കാൻ, പക്ഷെ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്. ഡിയർ ഫ്രണ്ട്സ്, അവിടെയും സംബോധന ചെയ്യുന്നത് നല്ല താഴ്മ ധരിച്ചിട്ട്, എന്താണ്, പ്രിയമുള്ളവരെ, ബൈ ബിൽഡിങ് യുവർ സെൽഫ് അപ്പ്, നിങ്ങളെ തന്നെ നിങ്ങൾ ആത്മീയയിൽ വർധനവിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, എങ്ങനെ, നമ്മൾ വിശ്വസിക്കുന്ന അതിൻ്റെ ഏറ്റവും കൂടിയ ഹോളി ഫെയ്ത്ത് എന്ന് വെച്ചാൽ ആ ഹോളിയോടുകൂടിയുള്ള വിശ്വാസം. ആൻഡ് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അവിടെ കാര്യം കിടക്കുന്നത്. നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നു നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ദൈവത്തിന് തിരഞ്ഞെടുത്ത മക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നത് ബൈ ബിൽഡിങ് യുവർ സെൽഫ്സ് അപ്പ്, നിങ്ങളെ തന്നെ വളരാൻ വേണ്ടി, ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, നിങ്ങളുടെ ആ ഹോളി ഫെയ്ത്ത് മലയാളം എന്താ പറയുന്നത്? അതിവിശുദ്ധ വിശ്വാസത്താൽ, അതിവിശുദ്ധ വിശ്വാസം, നമ്മൾ ഈ കാണുന്ന വിശ്വാസം ഒന്നല്ല, അതിവിശുദ്ധ വിശ്വാസത്താൽ, എന്നിട്ട് ആൻഡ് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന്, പിന്നെ അത് അടുത്ത മലയാളം എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിലും കൂടെ പ്രാർത്ഥിക്കണം. ചുമ്മാ വാക്ക് നമുക്ക് കുറച്ച് വചനം അറിയാം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ സംസാരിക്കാൻ മലയാളം പറ്റുന്നതുകൊണ്ട് നമ്മൾ അത് വച്ച് വാക്കുകൾ എടുത്തിട്ട് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതല്ല. ഇവിടെ പറയുന്നത് ആൻഡ് പ്രേയിങ് ഇൻ ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും അതിൻ്റെ പ്രാർത്ഥനയും അതിന് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ പിതാവായ ദൈവം അയച്ച ഏകജാതനായ പുത്രൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറും, എങ്ങനെ ഇടപെടും എന്നുള്ളൊരു അവസ്ഥ, ആ അവസ്ഥയിൽ വരുന്ന കണക്കാണ് പരിശുദ്ധാത്മാ പ്രാപിച്ച ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ചുമ്മാ അല്ലാതെ പ്രാർത്ഥിച്ചിട്ടൊന്നും അത് പ്രാർത്ഥന അല്ല. അത് ഞാൻ തെളിയിക്കുന്നതാണ്. ഞാൻ പണ്ട് ഒരു ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടെ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ വന്ന് തരുന്നപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്, നിങ്ങൾ അന്യഭാഷ പ്രാപിക്കണം, അതൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എത്ര പേര് പ്രാപിച്ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ എല്ലാവരും പ്രാപിച്ചു. അപ്പോൾ നിങ്ങൾ അന്യഭാഷ പ്രാപിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കുകയാണ്. അതെന്താണ്, നിങ്ങൾ അന്യഭാഷ പ്രാപിച്ചവരെല്ലാം വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ അന്യഭാഷ പ്രാപിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് കൊണ്ടല്ലേ അന്യഭാഷ കിട്ടിയത്, ആ ഗിഫ്റ്റ്. അങ്ങനെ കിട്ടിയവർ ആ ഗിഫ്റ്റ് കൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. എന്തിന്? വ്യാഖ്യാന വരത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പേര് വ്യാഖ്യാന വരം പ്രാപിച്ചിട്ടുണ്ടെന്ന്. 5-6 പേര് കൈപൊക്കി. അതിൽ ഫ്രണ്ട് ഇരുന്ന ഒരാളിനെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചക്കകത്ത് വച്ച് ഏതെങ്കിലും നിങ്ങളുടെ സഭയിലൊരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു. എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചെന്ന്. എന്നിട്ട് അതിന് വിടുതൽ കിട്ടിയോ എന്ന് ചോദിച്ചു. ആ, വിടുതൽ കിട്ടി. അതെങ്ങനെ അറിയാം? ഈ ഞായറാഴ്ച അവർ വന്ന് കാര്യം പറഞ്ഞു, എൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞു. നല്ല കാര്യം. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നിങ്ങൾ ആ ആഴ്ച ആ ഫാമിലി വന്ന് നിങ്ങളുടെ അടുത്തൊരു വിഷയം കൊണ്ടുവന്നപ്പോൾ പാസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അതിന് വിടുതൽ കിട്ടിയത് അവർ ഞായറാഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞു. നല്ല കാര്യം. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അത് നടന്നത്. നിങ്ങൾക്ക് വിശ്വാസമാണ്? ആ, വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷ പ്രാപിച്ചെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് പിതാവായ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് തന്നപ്പോൾ അതേ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? നിങ്ങൾ വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ? ആ, അത് പ്രാർത്ഥിച്ചു. ഈ കൃപ കിട്ടിയിട്ട് എത്ര നാളായി? 10-12 വർഷമായി. അപ്പോൾ 12 വർഷം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല.
അങ്ങനെ പ്രാർത്ഥിക്കണം. തുടക്കത്തിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല. ഇപ്പം നിങ്ങൾ പ്രാർത്ഥനയും നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പാണ് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിന് മറുപടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ കൈയടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ്, അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങൾ ആത്മാവിലല്ല പ്രാർത്ഥിച്ചത്. നിങ്ങൾ കിട്ടിയ കൃപ എന്ന് പറയുന്ന ഈ അന്യഭാഷ നിങ്ങൾ ശോധന ചെയ്യേണ്ട സമയമായി. കാരണം കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞത്, ബാക്കി കൃപാവരം പറഞ്ഞപ്പോൾ ഒന്നും പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ ഉപവസിക്കണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൃപാവരം പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം വ്യാഖ്യാന വരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതാർക്കും മനസ്സിലാകത്തില്ല. അതോടുകൂടി ആ പാസ്റ്റേഴ്സ് കോൺഫറൻസിലുള്ളവരെല്ലാം അലേർട്ടായിട്ടിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ എന്തോ ഒരു ശബ്ദം വച്ച് തീർന്നാൽ സഭയിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ വിചാരിക്കുന്നത് എന്തോ ആണ്, നമ്മളെന്തോ അനോയിൻറ്റിങ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അത് സ്വരം കൂടുന്തോറും അവന് ഭയങ്കര അനോയിൻറ്റിങ്ങാണ്. അവൻ കൂടുന്തോറും അവൻ പിശാചിൻ്റെ ആളാണ്. അവൻ ജനത്തിനെ കാണിക്കാൻ വേണ്ടി. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ കഥവടച്ച് രഹസ്യത്തിൽ കേൾക്കുന്ന വ്യക്തമായിട്ട് രഹസ്യത്തിൽ കേൾക്കുന്ന പിതാവിൻ്റെ അടുത്ത് നീ രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചോ, നീ രഹസ്യത്തിലല്ലേ, അപ്പം ബാക്കിയുള്ളവർ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. നീ അതിന് വോളിയം കൂട്ടി വരുന്നത് ഇത് കേൾക്കാനല്ലേ. ഞാൻ ഭക്തനാണ്, ഞാൻ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച്. എന്നാൽ നീ പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി തരാത്തത്? ആ അന്യഭാഷ കിട്ടിയപ്പോൾ നിനക്കെന്താ വ്യാഖ്യാന വരം കിട്ടിയില്ല? അത് കർത്താവല്ലേ അതിൻ്റെ കൂടെയല്ലേ ചേർത്ത് പറഞ്ഞത്. നീ അത് പ്രാർത്ഥിക്ക്. അത് കിട്ടാത്തടത്തൊക്കെ നിൻ്റെ കൃപാവരം എന്താണെന്ന് സൂക്ഷിച്ചോളണം. എന്താണ് കർത്താവ് വചനം പറയുന്നത്? എൻ്റെ ആത്മാവിൻ്റെ നേർക്ക് നീ വിരൽ ചൂണ്ടുന്നത് എൻ്റെ കൃഷ്ണമണിക്ക് നേരെ ചൂണ്ടുന്ന കണക്കാണ്. ഞാൻ ഒരു നാളും ക്ഷമിക്കത്തില്ല. അതാ ഈ കുഴപ്പം. അപ്പം അറിയേണ്ട രീതിയിൽ അറിയാത്ത കൊണ്ട് കൃപാലുവായ യേശു ക്ഷമ തരുന്നു. പക്ഷെ അത് അറിയേണ്ട രീതി അറിഞ്ഞ് തീരുമ്പോൾ പിന്നെ ക്ഷമിക്കത്തില്ല. കാരണം കളിക്കുന്ന ആരുടെ അടുത്ത്? പരിശുദ്ധാത്മാവിൻ്റെ നേർക്ക. അപ്പം അതേ കണക്ക് ഇത് പ്രാപിച്ച് അതൊക്കെ അനുഭവിച്ച വ്യക്തിയായ ജൂഡ് ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ബട്ട് യു ഡിയർ ഫ്രണ്ട്സ്, ബൈ ബിൽഡിങ് യുവർ സെൽഫ് അപ്പ്, നിനക്ക് ആത്മാവ് കിട്ടിയെന്ന് നീ വിചാരിച്ചു കൊണ്ട് നീ നിന്നെ തന്നെ വളർത്താൻ ശ്രമിക്കുന്നു. വളർന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. ആത്മീയത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ എല്ലാവരെയും കൊണ്ടുപോകത്തില്ല. ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുപോകില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ആത്മീയത്തിൽ അവരവർ വളർന്നതിനും ഒരു തെറ്റുമില്ല. വളരണം, അതാണ് വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആൻഡ് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നീ ഈ വിശ്വാസത്തിൽ അത്രമാത്രം ധന്യമായ രീതിയിലാണ് വിശ്വസിച്ച് നിങ്ങൾ ഈ വിശ്വാസം എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഹോളി ഫെയ്ത്ത്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഇൻ ദി ഹോളി സ്പിരിറ്റ്. ആ ഹോളി സ്പിരിറ്റിൻ്റെ കാര്യമേ കർത്താവ് പറയുള്ളൂ. ദുരാത്മാവിൻ്റെ കാര്യം കർത്താവ് ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പം ആ ഹോളി സ്പിരിറ്റിൽ. എന്നിട്ട് പിന്നെ അടുത്ത വാക്യം പറയും, കീപ് യുവർ സെൽഫ്സ് ഇൻ ഗോഡ്സ് ലവ് ആസ് യു വെയിറ്റ്. മലയാളം വായിച്ച 21 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരുണ ഉണ്ടാവണമേ. കാരണം നിങ്ങൾ കരുണയോടുകൂടിയാണോ പ്രാർത്ഥിച്ചത്? ആ കരുണയൊക്കെ വരണമെങ്കിൽ ഈ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. ഞാൻ എപ്പോഴും പറയാനുണ്ട്, വിശുദ്ധനായ യേശു, പാവം പോലും ചെയ്യാത്ത ആ യേശുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള യോഗ്യത നേടണം. റോട്ടിൽ കൂടെ വസ്ത്രം പോലും നേരെ ചെവയില്ല, കഷ്ടതയും ഇത് അനുഭവിച്ചവൻ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിട്ട് വരും, എനിക്ക് മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അപ്പം ലോക മനുഷ്യർ തന്നെ അത് ഒക്കുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് തന്നെ വിശുദ്ധിയോടുകൂടി ചെല്ലണം. അപ്പോൾ വസ്ത്രം പുറമല്ല കർത്താവ് അളക്കുന്നത്. നീ വിശുദ്ധിയോടുകൂടിയാണ് എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ വരുന്നെങ്കിൽ അത് കരുണ ഉള്ള യേശുവിൻ്റെ കരുണയോടുകൂടി വിഷയം വയ്ക്കുകയാണെങ്കിൽ
ഉറപ്പാണ് മറുപടി. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ ഇതിനു വേണ്ടിയാണ്. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ സമയമാകുമ്പോൾ തന്നാൽ മതി. ആ സമയം എപ്പോഴാണ്? അപ്പോൾ നമ്മൾ കർത്താവിന് സമയമായില്ല അതുകൊണ്ട് തരാത്ത, നമ്മൾ തന്നെ അതിനൊരു ആൻസർ കണ്ടുപിടിച്ച് സമാധാനിക്കുന്നു. അല്ല, പിടിച്ചു പറിക്കണമെന്നാണ്. കർത്താവിൻ്റെ സമയമുണ്ട്, പക്ഷെ പിടിച്ചു പറിക്കണം. കർത്താവിൻ്റെ സമയം, ഒരാൾ മരണം സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പ്രാർത്ഥിച്ചപ്പോൾ 15 വർഷം നീട്ടിക്കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ സമയമല്ല, 15 വർഷം ഇയാളുടെ പ്രാർത്ഥനയുടെ യാചനയുടെ അത്രമാത്രം ഉള്ളത് കൊണ്ട് ദൈവം 15 വർഷം നീട്ടിക്കൊടുത്തു അല്ലേ? ആ 15 വർഷം നീട്ടിക്കൊടുത്തപ്പോൾ അത് ഞാനല്ല, നീ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ നീട്ടിത്തന്നു. അതുകൊണ്ട് കഷ്ടതയും കാര്യങ്ങളും കൂടെ കടന്നുപോയി. പക്ഷെ അവന് ആയുസ്സുണ്ടായിരുന്നു 15 വർഷം കൂടെ, കർത്താവ് നീട്ടിക്കൊടുത്ത കാരണം. അതേ കണക്ക് നമ്മൾ പിടിച്ചു പറിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ പിടിച്ചു പറിക്കേണ്ടതെന്ന് കഷ്ടതയിൽ കൂടെ പോകുന്നതല്ല, കർത്താവിൻ്റെ സമയത്തിന് തന്നോട്ടെ. പക്ഷേ അതും കർത്താവ് തരുമ്പോൾ കർത്താവിൻ്റെ പ്രിയപുത്രന്മാരെല്ലാം ഈ യാചന രീതിയിൽ വരുമ്പോൾ നല്ലതേ തരുമോ? പാമ്പിനെ പിടിച്ച് കൊടുക്കുമോ? ആഹാരം ചോദിക്കുമ്പോൾ കല്ലിനെടുത്ത് കൊടുക്കുമോ? അപ്പോൾ ഈ പറയുന്ന പിതാവായ ദൈവം ഇതൊക്കെ തരുമോ? ഇപ്പം നമ്മൾ ലോകപരമായിട്ടുള്ള ചിന്തയിൽ ചില ആവശ്യങ്ങൾ മുട്ടാപ്പിടുത്തത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് തരും. പക്ഷെ അത് ദൂഷ്യത്തിനല്ല, പക്ഷെ നല്ലതിന് തരും. പക്ഷെ കർത്താവിൻ്റെ ടൈമിനായിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്ററായെന്നെ. നമ്മളൊരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മുട്ടാപ്പിടിയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ജോലി കിട്ടിയപ്പോൾ 10,000 രൂപ ശമ്പളം, പക്ഷെ ഒരു സന്തോഷമില്ലാത്ത ജോലിയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ ടൈമിനാണ് വിട്ടുകൊടുത്തപ്പോൾ അത് 1,00,000 രൂപയുടെ ശമ്പളം, ബാക്കി ഫെസിലിറ്റി എല്ലാം കിട്ടി. അതിന് ക്ഷമ നമുക്കില്ല. അപ്പം നമ്മളെങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്ത് ആ ക്ഷമയില്ലായ്മ ഉള്ള ഹൃദയമുള്ള വ്യക്തി എങ്ങനെ യാചനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും? എങ്ങനെ അത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത എന്താണ്? ഈ പറയുന്ന പരിശുദ്ധാത്മാവിനെ കിട്ടാത്ത കൊണ്ടാണ്. കീപ് യുവർ സെൽഫ്സ് ഇൻ ഗോഡ്സ് ലവ് ആസ് യു വെയിറ്റ്. എന്നിട്ട് കീപ് യുവർ സെൽഫ് ഇൻ ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അകത്ത് കിടക്കണം. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ബ്രിങ് യു ടു എറ്റേണൽ ലൈഫ്. യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ കൂടെ നിങ്ങളെ മലയാളം വെച്ച് യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇല്ല, ഇനി നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങാം. യാക്കോബിൻ്റെ സഹോദരൻ, യേശുക്രിസ്തുവിൻ്റെ ദാസനും ആയ ജൂഡ്. അപ്പം നമ്മളിതിൽ ഏതിൽ പെടും? യാക്കോബിൻ്റെ സഹോദരനായിട്ട് വരില്ല, പക്ഷെ യേശുക്രിസ്തുവിൻ്റെ ദാസനിൽ വരും. അപ്പോൾ നമ്മൾ വേണം ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പം ഈ പറയുന്ന ജൂഡ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം വന്നിരിക്കാം. അപ്പോൾ നമ്മൾ ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ നമ്മളിത് കേട്ട് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഇവിടെ യേശു അല്ല പറഞ്ഞത്. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ടു ദോസ് ഹു ഹാവ് ബീൻ കോൾഡ്. അത് എങ്ങനെ പറയുന്നത്? ടു ദോസ് ഹു ഹാവ് ബീൻ കോൾഡ്, വിളിക്കപ്പെട്ടവർക്ക്, തിരഞ്ഞെടുത്തപ്പെട്ടവർക്ക്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം, നമ്മൾ തന്നെ ശോധന ചെയ്യണം. ആ വിളിക്കപ്പെട്ട കൂട്ടത്തിൽ ഞാനുണ്ടോ? ഞാൻ വിളിക്കപ്പെട്ടതാണോ? നമ്മളങ്ങ് ആദ്യമേ പറയുമ്പോൾ ഞാൻ വിളിക്കപ്പെട്ടതിലാണ്. അവിടെ തെറ്റ്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ശോധന ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വിളിക്കപ്പെട്ടതിലാണോ? കർത്താവേ, ഞാൻ അതിലുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ അതിനെ എക്വിപ്ഡ് ആക്കണം അതിലോട്ട് വരാൻ വേണ്ടി. ടു ദോസ് ഹു ഹാവ് ബീൻ കോൾഡ്
ഹൂ ആർ ലൗഡ് ഇൻ ഗോഡ് ദി ഫാദർ. ആരാ വിളിക്കപ്പെടുന്നവരാരാ? അവർ ദൈവത്താൽ സ്നേഹിച്ചവർ. ലൗഡ് ഇൻ ഗോഡ് ദി ഫാദർ ആൻഡ് കെപ്റ്റ് ഫോർ ജീസസ്. ആ മലയാളം വായിച്ചേ. ആ, പിതാവായ ദൈവത്തിൽ കൂടെ സ്നേഹിക്കപ്പെട്ടതും പിതാവായ പുത്രനായ ദൈവത്തിൽ കൂടെ ഒരുക്കി വച്ചിരുന്ന വ്യക്തികൾ. അപ്പോൾ ഇത്രയും കടുപ്പം അതിൽ പറയും. ഇനി അതിൻ്റെ ആഴം കാണുമായിരിക്കും. എനിക്ക് ഇതുവരെ വെളിപ്പെടുത്തിയുള്ളൂ അത് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ അടുത്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതാണോ? പക്ഷെ ഉറപ്പാണ്, ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ നാവെന്ന് അത് വരാറുണ്ട്. നമ്മൾ 9 പേരെയും കർത്താവ് കണ്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള ഇത് പെന്തക്കോസ് എന്ന് പറയുന്നവരെ അല്ല. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഒരു അലർജി കണക്കിരിക്കുകയാണ്. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുത്ത പ്രിയപുത്രനും പുത്രിമാരുമാണ്. ആ ലിസ്റ്റിൽ വരാനാണ് എനിക്ക് ആഗ്രഹം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂട്ടണം. ആ അനോയിൻറ്റിങ് നിറഞ്ഞ് വരണം. രണ്ടാമത്തെ, മേഴ്സി, പീസ് ആൻഡ് ലവ് ബി യോഴ്സ് ഇൻ അബണ്ടൻസ്. ആ, കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ആ ജൂഡ് അത്രമാത്രം പറയാണ്. ഇതല്ല, ഈ 3 കാര്യം അങ്ങ് വർദ്ധിക്കട്ടെന്ന്. നമ്മളിവിടെ ഇരുന്ന് കേട്ട് സ്നേഹം, കരുണ, സമാധാനം. ഈ പായിന്ന് എണീറ്റ ഉടനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രശ്നമാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? കരുണ, സമാധാനം, സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വരട്ടെ എന്ന്. അപ്പോൾ ഓരോ ദിവസം ഇരുന്ന് കേൾക്കും തോറും നിങ്ങൾ വർദ്ധിക്കണം ഇതിലൊക്കെ. 3-ാമത്തെ വാക്യം. ആ, അപ്പോൾ വിശ്വാസികളുടെ അടുത്താണ് ഈ പറയുന്നത്. തിരഞ്ഞെടുക്കുന്നവരുടെ അടുത്താണ് ഈ എഴുതാൻ തോന്നുന്നത്. എനിക്കത് എഴുതണം, അറിയിക്കണം. അന്ന് ജൂഡ് അത് എഴുതാൻ വേണ്ടി തീരുമാനിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് ആ വചനം സംസാരിക്കാൻ വേണ്ടി എനിക്കറിഞ്ഞോളൂ. ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എനിക്കൊരു പാകം എടുക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എടുത്തപ്പോൾ ജൂഡെങ്കിൽ ജൂഡ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോൾ എൻ്റെ കൂടെയും സംസാരിക്കും. ഏതായാലും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ആയില്ല, ഇനി പൂർണ്ണമാവണം. മേഴ്സി, പീസ് ആൻഡ് ലവ് ബി യോഴ്സ് ഇൻ. അത്ര കൂടുതൽ നിങ്ങൾ പ്രാപിക്കണം. ഡിയർ ഫ്രണ്ട്സ്, although I was very eager to write to you, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിന് കൂടുതലായിട്ട് എഴുതാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈഗർ ടു റൈറ്റ് അബൌട്ട് ദ സാൽവേഷൻ, മാനസാന്തരത്തിനെ പറ്റി എനിക്ക് എഴുതാനുണ്ടായിരുന്നു. ആ മാനസാന്തരം നമ്മൾ പരസ്പരം അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഐ ഫെൽറ്റ് കമ്പൽഡ് ടു റൈറ്റ്. ഞാൻ നിർബന്ധിക്കപ്പെട്ടു അത് എഴുതാൻ. ആൻഡ് ആർഗ്യൂ ടു, അതും സാധാ സൗമ്യമായിട്ടല്ല, എനിക്കത് ആർഗ്യൂ ചെയ്യണം. എനിക്ക് ഉറപ്പിച്ച് നിങ്ങളുടെ അടുത്ത് പറയണം. ആർഗ്യൂ യു ടു കണ്ടൻറ്റ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഇത് കുറച്ചുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അതിനെ കടുപ്പത്തിൽ പറയാണ്. ദാറ്റ് വാസ് വൺസ് ഫോർ ഓൾ എൻട്രസ്റ്റഡ് ടു ദ ഗോഡ്സ് ഹോളി പീപ്പിൾ. അത് ഒരിക്കലായിട്ട് ദൈവത്തിൻ്റെ ഹോളി പീപ്പിളിന് വേണ്ടി ഏൽപ്പിച്ച ഒരു കാര്യമാണ്. മലയാളം ഒന്നുകൂടെ വെച്ച്. നിങ്ങൾ കേൾക്കുവാൻ സകല പ്രയത്നവും ചെയ്തതിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അന്ന് എഴുതാൻ വേണ്ടി തോന്നി, എനിക്കിന്ന് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ലേ, എനിക്ക് എന്നോട് പറയുന്നത്. For
certain individuals who condemnation was written about. 4ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നമ്മുടെ ഇടയിൽ അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്ന് വായിക്കാനത്ത് ഇന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇപ്പോൾ ഒരാൾ വന്ന് ഇന്ന് അറിയാം അവൻ എന്താണ്, ഏത് കറക്റ്റാണ്, എന്ത് ഉദ്ദേശത്തിനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ സുന്ദരമായിട്ട് അറിയാം. അതെങ്ങനെ അറിയുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിഞ്ഞില്ല. അത് ഈ ആത്മാവിനെ പ്രാപിച്ചല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫോർ സർട്ടൻ ഇൻഡിവിജ്വൽസ്, ചില വ്യക്തികൾ ഹൂസ് കണ്ടമിനേഷൻ വാസ് റിട്ടൺ അബൌട്ട്, അവൻ്റെ നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നു. ലോങ് അഗോ, പണ്ടേ എഴുതിയിരുന്നു. ഹാവ് സീക്രറ്റ്ലി സ്ലിപ്ഡ് ഇൻ അമംഗ് യു, അത് രഹസ്യമായിട്ട് നമ്മുടെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. ദേ ആർ അൺഗോഡ്ലി പീപ്പിൾ, അവരൊക്കെ ദൈവികമല്ലാത്ത മനുഷ്യരാണ്. ഹു പ്രിവെൻറ്റ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള ആ ഗ്രേസിനെ തടയാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇൻ ടു എ ലൈസൻസ് ഫോർ ഇമ്മോറലിറ്റി ആയിട്ടുള്ള ലൈസൻസ് കൊടുത്ത കണക്ക്. ഡിനേ ജീസസ് ക്രൈസ്റ്റ് അവർ ഹോളി സേവിയർ, എന്നിട്ട് യേശു ക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കുന്ന അടുത്ത പേര് ഇല്ല, ജീസസ് ക്രൈസ്റ്റ് അവർ ഹോളി സേവിയർ ആൻഡ് ലോർഡ്. അപ്പോൾ കർത്താവുമായ നമ്മുടെ യേശു ക്രിസ്തുവിനെ സോവറിൻ ആൻഡ് ലോർഡ് എന്ന്. സോവറിൻ എന്ന് പറഞ്ഞാൽ വില മതിക്കാത്ത, ഒരുപാട് വിലയുള്ള, ആൻഡ് ലോർഡ് പിതാവായ ദൈവത്തിൽ നിന്ന്. അവരെ മാറ്റിയത്, അവരെ അവിടെ നിന്ന് മാറ്റാൻ ചിലർ നുഴഞ്ഞ് കയറിയിരിക്കുന്നു. അപ്പോൾ ഈ കാലത്തും ഇപ്പോഴും നുഴഞ്ഞ് കയറ്റമുണ്ട്. അന്നും എഴുതി വെച്ചതാണ്, അന്നും കയറി, പിന്നെ ഇന്ന് കയറാനാണ് പാട്. ദോ യു ഓൾറെഡി നോ ഓൾ ദിസ്, നിങ്ങൾക്കെല്ലാം ഇത് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ഐ വാണ്ട് ടു റിമൈൻഡ്, ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അത്ര ഇത് പറയുന്നത്. that the Lord at one time delivered his people out of Egypt. കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവിടെ അന്നത്തെ കാലത്ത് രക്ഷിച്ച് കൊണ്ടുവന്നവർ വിശ്വസിക്കാത്ത കൊണ്ട് അവരെ പിന്നത്തേതിൽ അവരെ നശിപ്പിച്ചു. അപ്പോൾ നമ്മളിത് വായിക്കുന്നത് അന്നത്തെ കാലം നടന്നതിനെ നശിപ്പിച്ചു. ഇപ്പോൾ കരുണയുള്ള ദൈവം നമ്മൾ നശിപ്പിക്കത്തില്ല. ഞാനിപ്പോൾ വായിക്കുന്ന പുതിയ നിയമത്തിൽ നിന്നാണ്, ഓർമ്മിപ്പിക്കുകയാണ്. കർത്താൻ സഹിക്കട്ടു. ഇപ്പോൾ എത്ര പേര്, 1200 പേര് മരിച്ച് കേരളത്തിൽ. കൊണ്ടാടിക്കൊണ്ടിരുന്നു. ഇന്നത്തെ പേപ്പറിൽ കിടന്ന് ഇൻറ്റു 5 times മരണം സംഭവിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം അതൊക്കെ വെളി വരുന്നു. അപ്പോൾ മറ്റേ കെ സുശീല ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ ശൈലജയുടെ അവാർഡൊക്കെ തിരിച്ച് പിടിച്ച് വാങ്ങിക്കണം. കള്ളത്തനം വച്ചിട്ട് വാങ്ങിച്ചിട്ട് അങ്ങ് ഇരുന്നു. Though you already know all this, I want to remind you that the Lord at one time delivered his people out of Egypt, but later destroyed those who did not believe. പിന്നത്തിൽ അവരെ നശിപ്പിച്ചു. എന്തുകൊണ്ട്? അവർ വിശ്വസിക്കാത്ത കൊണ്ട്. അപ്പോൾ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കാൻ വേണ്ടി തീരുമാനം എടുത്ത് വന്നിട്ട് നമ്മളത് വിശ്വസിച്ചിട്ടാണ് അത് എടുത്തിട്ട് പിന്നെ നമ്മൾ അത് വിശ്വസിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. അപ്പോൾ നശിപ്പിച്ച് കളയുന്ന പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നാളെ മരണം സംഭവിക്കും. ഇല്ല, നശിപ്പിക്കുന്ന വേദന കൊണ്ടേ നശിക്കുകയുള്ളൂ. കഷ്ടതയും അതൊക്കെ സഹിക്കെട്ട് ഒന്നും ചെയ്യുന്ന പട്ടിണിയും പരിവട്ടവും ആയിട്ടൊക്കെ നടന്ന് വീണ് അവസാനം നടക്കാൻ വയ്യാതെ വന്നൊരു മരണം സംഭവിക്കും. ആ കഷ്ടതയിൽ കൂടെ നടത്തിക്കും.
at one time delivered his people out of Egypt, but later destroyed those who did not believe. ആറാമത്തെ വാക്യം. And the angels who did not keep their position. എന്നിട്ട് അവിടെ വേറെ രസം കൂടെ നടക്കുന്നു. ആറാമത്തെ വാക്യം എന്ന് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൂതന്മാർ തങ്ങളുടെ വാസസ്ഥലം കാത്തുകൊള്ളുകാതെ എന്ന് വെച്ചാൽ ആ വാസസ്ഥലം നീ ഇവിടുത്തെ ഈ ജോലി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചോ അത് കേൾക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യാതെ അത് പ്രവർത്തിക്കാതെ വന്നവരെ എന്ത് ചെയ്തു? മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവരെയൊക്കെ ഓൾറെഡി ചങ്ങലയിട്ട് അവസാന കാലത്തിന് വിധിക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുക. അതാര്? മനുഷ്യരല്ല, ദൂതന്മാരെ. അവരെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്യാത്തതിനാണ് ഇത് കുഴപ്പം അത്രയ്ക്കും. ദൂതന്മാർക്ക് ആ ശിക്ഷ കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യമെല്ലാം പറയണോ? Destroy those who did not believe, and the angel who did not keep their position of authority, but abandoned their proper dwellings. These he has kept in darkness, bound with everlasting chains, for judgment on the great day. ആ വലിയ മഹാദിവസത്തിന് വിധിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഏഴാമത്തെ, ഇൻ എ സിമിലർ വേ, ഇങ്ങനെ തന്നെ സോദോം ആൻഡ് ഗൊമോറ ആൻഡ് ദ സറൗണ്ടിങ് ടൗൺസ്, സോദോമും ഗൊമോറയും അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള പട്ടണങ്ങളും gave themselves up to sexual immorality. മലയാളം വായിച്ചേ. അതുപോലെ സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചും അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇപ്പോൾ അത് ഡെയിലി വാർത്തകളെല്ലാം കേട്ടു. ഇതൊന്ന് സ്ത്രീധനം കിട്ടിയില്ല, അത് കിട്ടിയില്ല, അതൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അവർ ദുഷ്ടാത്മാവിൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. ദേ സെർവ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ദോസ് ഹു സഫർ ദ പണിഷ്മെൻറ്റ് ഓഫ് എറ്റേണൽ ലൈഫ്. അവർ ഇപ്പോഴും എറ്റേണൽ ലൈഫിന് വേണ്ടി അവർ തീപ്പൊയ്കയുടെ അടുത്ത് ആ കഷ്ടതയിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ളവർ ഈ മനുഷ്യർ അന്ന് പിടിച്ച് മാറ്റി വെച്ച ദൂതന്മാരെ ചങ്ങലയിലിട്ട് വെച്ചിരിക്കുന്നു. ഇവരെ ഇങ്ങനെ വച്ചിരിക്കുക. അപ്പോൾ അത് ഇതെല്ലാം നടക്കുന്നു, ഇപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊന്നും നിങ്ങൾ മറന്നു പോകല്ലേ, ഇതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയും ഈ ഭാഗങ്ങൾ എടുത്തെടുത്ത് നമ്മുടെ അടുത്ത് പറയണമെങ്കിൽ അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ചിന്തയിൽ ആ പ്രവൃത്തിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് എട്ടാമത്തെ, ഇൻ ദ വെരി സെയിം വേ ഓൺ ദ സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആ പ്രവൃത്തിയിൽ ദുഷിക്കുകയും പിന്നെന്താ, കർത്താവിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളിലും അത് പുകഴ്ച പറയാനുള്ളതിന് ദുഷിച്ച് പറയുകയും ഇപ്പോഴും അത് തന്നെ പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ അനോയിൻറ്റിങ്ങിൽ കൂടെ ഒരു ദേവദാസൻ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് അതൊന്നും കറക്റ്റല്ല. കാരണം ഇവനില്ല. ഇവനത് തിരിച്ചറിയണമെങ്കിൽ ഈ ആത്മാവ് പ്രാപിച്ചാലല്ലേ അവന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവനാണ് എപ്പോഴും പറയുന്നത്. ഈ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ അതേ ആത്മാവ് പ്രാപിച്ചവനായിരിക്കണം. പിന്നീടാണ് അളവിൻ്റെ അളവ്. ആദ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കൃപാവരം കിട്ടണമെന്നില്ല. ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ മറ്റൊരു പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിയെ തിരിച്ചറിയാം. ആ വ്യക്തി ഒരുപാട് അത്ഭുതം അടയാളങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ വ്യക്തി അത്ഭുതം ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ അതേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ബട്ട് ഈവൻ അടുത്തത്, അൺഗോഡ്ലി പീപ്പിൾ പൊല്യൂട്ടഡ് their own bodies, reject authority and heap abuse on celestial beings. ബട്ട് ഈ ഒമ്പതാമത്തെ വാക്യം, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തിനെ വാദിക്കാൻ വേണമെന്ന് പറയാൻ വേണ്ടി ആരുടെ അടുത്ത് പോണത്? പിശാചിൻ്റെ അടുത്ത്.
But- തർക്കിച്ചു വാദിക്കുമ്പോൾ ആ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ ഉം. കർത്താവ് നിന്നെ ഭർസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് ദൂതൻ എന്ത് ചെയ്ത് ആ കിട്ടാതെ വന്നപ്പോൾ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ദൂഷണമായിട്ടുള്ള വാക്ക് ഉപയോഗിക്കാതെ എന്നിട്ട് പറഞ്ഞത് എന്താണ്? കർത്താവ് നിന്നെ ഭർസിക്കട്ടെ. കർത്താവ് നിന്നെ ഭർസിക്കട്ടെ. ഫൽസിക്കട്ടെ. ഓ, ഇങ്ങനൊരു വാക്യം ഇവിടെ ഉണ്ടല്ലേ. ഞാൻ എപ്പോഴും ശുശ്രൂഷിക്കുന്ന പിശാചിനെ പോകാനും ഇതൊക്കെ പറയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിനെ പൽസിച്ച് വിടണമേ കർത്താവേ എന്ന്. കാരണം ഉള്ളിൽ കൊണ്ട് ഞാൻ നേരത്തെ പറയുന്നത് എന്നെക്കൊണ്ടൊന്നും ഒക്കത്തില്ല ഇത്. അപ്പോൾ ഈ ഏക ദൈവത്തിൻ്റെ നാമത്തിൽ വേണം ചെയ്യേണ്ടത്. ഞാൻ ഈ നാമത്തിൽ ചെയ്തിട്ടും ഞാൻ പറയാണ് കർത്താവേ നീ ചെയ്യണേ, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അയാൾ ഒരു വാക്ക് പോലും അതിനെ ഉപയോഗിച്ചില്ല. അതിനൊന്നും മറ്റവരെല്ലാം പറയാനെടുത്ത് ഇപ്പോൾ പിശാച് ഞാൻ കൽപ്പിക്കുന്നു. നീ ആരുടെ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ ആ പിതാവിനെ മനസ്സിലാക്കിയിട്ട് വേണം ആ സംബോധന ചെയ്യേണ്ടത്. പുത്രനെ മനസ്സിലാക്കിയിട്ട് വേണം സംബോധന ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയിട്ടാണ് സംബോധന ചെയ്യേണ്ടത്. അത് പേടിച്ച് വിറയലോടുകൂടി വേണം സംബോധന ചെയ്യേണ്ടത്. അതെല്ലാം സംബോധന ചെയ്തിട്ട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നീ ആര്? നിന്നെ ഇവിടെ ആര് ചേർത്ത്? അപ്പോഴാണ് എനിക്ക് ആ തോന്നൽ വന്നത്, ആ ഒരു വെളിപ്പാട് വന്നത്. പറഞ്ഞിട്ട് യേശുവെ നീ ചെയ്യണേ, എന്നെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്കത് വായിക്കാൻ കിട്ടി. ബട്ട് ഈവൻ ദ ആർച്ചേഞ്ചൽ മൈക്കൽ when he was disputing with the devil about the body of Moses did not himself dare to condemn him for slander, but said, the Lord rebuke you. ദൈവം നിന്നെ പൽസിക്കട്ടെ. 10th, yet these people slander whatever they do not understand. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ഇവർ ആ കാര്യം അറിയുന്നില്ല. പിന്നെയും പറയാണ് ദൈവം നിന്നെ ദൂഷിച്ചോ, അല്ലെങ്കിൽ ഇവനെ ദൈവം ഓൾറെഡി ദുഷിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ് നീ സൂക്ഷിച്ചോ. അത് അറിയാത്ത കൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? യെറ്റ് ദിസ് പീപ്പിൾ സ്ലണ്ടർ വാട്ട് എവർ ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവർ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേരെന്താണ്? ഭയങ്കര ഒരു ജുബയും ഇട്ട് നല്ലൊരു കുടവയറും കൂടെ വരുമ്പോൾ മൂത്ത പാസ്റ്റർ. അത് കുടവയറില്ലെങ്കിൽ അപ്പാവി പാസ്റ്റർ. Yet these people slander whatever they do not understand, and the very things they do not understand by instinct. അത് അടുത്ത വാക്യം എന്താ? ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ. ബുദ്ധിയില്ലാത്ത മൃഗത്തിന് ബുദ്ധിയുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു ആ പൂച്ച കണ്ട ആ കുഞ്ഞിന് ഇത്ര ബുദ്ധിയുള്ളതുണ്ടല്ലേ. ഇവിടെ പറയുന്നത് ബുദ്ധിയില്ലാത്ത മൃഗത്തിനെ പോലെ. സ്വാഭാവികമായിട്ട് ഗ്രഹിക്കുന്നത് ആണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷെ അവരത് മൃഗത്തിനെ പോലെ ഗ്രഹിക്കാൻ പറ്റാത്ത ബുദ്ധിയില്ലാത്ത കണക്ക് പ്രവർത്തിക്കുകയാണെന്ന് നിന്നെ നശിപ്പിക്കും എന്ന് പറയുന്നത് അവർ. ഡു വിൽ ഡിസ്ട്രോയ് ദം. ഇങ്ങനെ ഉള്ളവർ, അത് വ്യക്തമായിട്ട് മനസ്സിലാവാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ കർത്താവ് പറയുന്ന ജൂഡ് അത് ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ നശിപ്പിച്ച് കളയുമെന്ന്. നീ അറിയേണ്ട രീതിയിൽ വേണം പറയണ്ട. നീ അറിഞ്ഞോണെങ്കിൽ മിണ്ടാതിരിക്കുക. നീ കിടന്നു ഈ നാക്കിട്ടു ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നതിന്. അറിയാമെങ്കിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പം മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അതിന് മറുപടി ആയി. സൗണ്ട് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറയുമ്പോൾ അത് അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരാൾ മുഖത്തിൻ്റെ ഭാവത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നീ ഒരു വാക്കും ഉപയോഗിക്കണ്ട. സൂക്ഷിച്ചു കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയും. എല്ലാവരും അടുത്ത് ഞാനായാലും. ഇപ്പം മൃഗത്തിൻ്റെ സ്വഭാവം കണക്ക് ബുദ്ധിഹീനമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. Yet these people slander whatever they do not understand, and the very things they do understand by instinct, as irrational animals do, will destroy them. എന്നിട്ട് 11th, woe to them. അങ്ങനെയുള്ള അയ്യോ കഷ്ടം. They have taken the way of Cain,
അവർ കെയിൻ്റെ വഴി തിരഞ്ഞെടുത്തു. ദേ റഷ്ഡ് ഫോർ പ്രോഫിറ്റ്, അവർ ലാഭത്തിന് വേണ്ടി മുമ്പോട്ട് ഓടി. ഇൻറ്റു ബാലൻസ് എറർ. ബാലൻ എന്ന് പറയുന്നത് പിശാചിൻ്റെ ബലയം. ഇയാളല്ലേ മറ്റേ ഇയാളാ ആ പ്രവാചകൻ കള്ളപ്രവാചകനായിരുന്നു. പിന്നെ ഇത് പറയുന്നത് എന്തോ, ദേ ഹാവ് റഷ്ഡ് ഫോർ പ്രോഫിറ്റ് ഇൻ ടു ബലാംസ് എറർ. അല്ല, അത് അന്നത്തെ നല്ല സമയത്ത്, അത് നല്ല സമയത്ത്. പക്ഷെ ഇപ്പോഴാ ദേ ഹാവ് റഷ്ഡ് ഫോർ എ പ്രോഫിറ്റ് ഇൻ ടു ബലാമിൻ്റെ പ്രോഫിറ്റ്, അതിനുള്ള നന്മകൾ കിട്ടാൻ വേണ്ടി, അതിന് ലാഭം കിട്ടാൻ വേണ്ടി ആ എറർ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കാം. മലയാളം എന്താ വായിച്ചത്? ബിലാഹിമിൻ്റെ വഞ്ചനയിൽ. ഓക്കെ. അപ്പം ആ കൂട്ടത്തിൽ ചെന്ന് പെടുന്നു. ദേ ഹാവ് ബീൻ ഡിസ്ട്രോയിഡ് ഇൻ കോറസ് റിബെല്യൻ. എന്നിട്ട് ഇങ്ങനെയുള്ളവർ ആ പട്ടാളത്തിൻ്റെ കീഴിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. 12ാമത്തെ വാക്യം. നിങ്ങളുടെ സ്നേഹസത്യത്തിൽ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന, പക്ഷെ അതിന് മറിഞ്ഞു കിടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഈറ്റിംഗ് വിത്ത് യു വിത്തൗട്ട് ദ സ്ലൈറ്റസ്റ്റ് കോൾ. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, പക്ഷെ ഒരു വിഷമവും കാര്യങ്ങളും തോന്നാത്ത വിധത്തിൽ സന്തോഷമായിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നു. ഷെപ്പേർഡ്സ് ഹു ഫീഡ് ഒൺലി ദംസെൽഫ്. ഇങ്ങനെയുള്ള ആടിനെ മേയ്ക്കുന്നവർ അവരവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ള ചിന്തയാണ്. ദേ ആർ ക്ലൗഡ്സ് വിത്തൗട്ട് റെയിൻ. അവരെ എങ്ങനെയുള്ളവരെ ഉപമയായിട്ട് പറയുന്നതെന്ന്, മേഘമില്ലാത്ത മഴ പെയ്യുന്നവർ. ബ്ലോ അലോങ് ബൈ ദ വിൻഡ്. കാറ്റ് വീശുന്ന കണക്ക് പോവും. ഓട്ടം ട്രീസ് വിത്തൗട്ട് ഫ്രൂട്ട്. അവിടെ ഫലവും ഇല്ല, ഇലയും ഇല്ല, കുഴഞ്ഞും ഇല്ല. അങ്ങനത്തെ വൃക്ഷത്തിന് പൊളിയാവും. ഫോമിങ് അപ്പ് ദിയർ ഷെയിം. അവരുടെ നാണക്കേട് അവർ തന്നെ അതിനെ ഫോമിങ് അപ്പ് ദിയർ ഷെയിം. വാണ്ടറിങ് സ്റ്റാർസ് ഫോർ ഹൂം ബ്ലാക്കിഷ് ഡാർക്ക്നെസ് ഹാസ് ബീൻ റിസർവ്ഡ് ഫോർ എവർ. ആ മലയാളം വെച്ച് എല്ലാം ആ ഇത് പറഞ്ഞിട്ട് അതിൽ ചെന്ന് വീണ് കിടക്കുകയാണെന്നാണ്. അത് നല്ലതൊന്നുമല്ല. എല്ലാം പറഞ്ഞതെല്ലാം നെഗറ്റീവല്ലേ. അതിൽ ചെന്ന് വീണ് കിടക്കുന്നു. 14ാമത്തെ വാക്യം. ഈനോക്ക്. ആനോക്ക് പ്രവചിച്ച കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പതിനാലാമത്തെ വാക്യമാണോ? ഈനോക്ക് ദ സെർവന്റ് ഫ്രം ആഡം പ്രൊഫസൈസ്ഡ് അബൌട്ട് ദം. ഇങ്ങനെ ഉള്ളവരെ പറ്റി ഈനോക്ക് എന്ന പ്രവാചകൻ പ്രവചിച്ചത്. ശ്രദ്ധിക്കുക. ദ ലോർഡ് ഈസ് കമ്മിങ്. പിതാവായ ദൈവം വരുന്നു. വിത്ത് തൗസൻഡ്സ് അപ്പോൺ തൗസൻഡ്സ് ഓഫ് ഹിസ് ഹോളി വൺസ്. ആയിരക്കണക്കിന് വിശുദ്ധന്മാരുമായിട്ട് വരുന്നു. ടു ജഡ്ജ്. എന്തിനു വരുന്നത്? ടു ജഡ്ജ് എവരി വൺ ആൻഡ് ടു കൺവിക്ട് ഓൾ ഓഫ് ദം. എല്ലാവരെയും വിധിക്കുവാനും അതിൽ തെറ്റുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടി, വിധിക്കാൻ വേണ്ടി. ഓഫ് ഓൾ ദി അൺഗോഡ്ലി ആക്ട്സ് ദേ ഹാവ് കമ്മിറ്റഡ്.
അവർ ദൈവികമല്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തത് മുഴുക്കുകയും വെളിപ്പെടുത്താൻ വേണ്ടി. ആൻഡ് ഓൾ ഓഫ് ദ ഡിഫൈൻഡ് വേർഡ്സ് അൺഗോഡ്ലി സിന്നേഴ്സ് ഹാവ് സ്പോക്കൺ അഗെയിൻസ്റ്റ് ഹിം. ഇനി ആ 15 വായിച്ചേ. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അന്നേ പണ്ടേ പ്രവചിച്ച കാര്യങ്ങൾ നടക്കുന്നു. ഭക്തികെട്ടവരാണ്, വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തന്മാർന്ന് വേഷമുള്ളവർ, പക്ഷെ അവർ ഭക്തികെട്ടവരാണ്. അവർ വിധിച്ചതിനൊക്കെ വിധിക്കാൻ വേണ്ടി വന്നിട്ട് 1000 ദൂതന്മാരുമായിട്ട് വന്നിരിക്കും. ഞാൻ ഈ ഭാഗം ഒന്നും വായിച്ചിട്ടില്ല, കഥയും അറിയില്ല. ഞാൻ ദൈവത്തിന് ഉള്ളുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫ്ലാറ്റൻ അതേഴ്സ് ഫോർ ദിയർ ഓൺ അഡ്വാൻറ്റേജ്. എന്നിട്ട് അതിൽ പറയുന്നു, എന്നിട്ട് അവരെയൊക്കെ അടിച്ച് അമർത്തിക്കപ്പെട്ടു. കാരണം അവരുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്. 17. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, റിമെമ്പർ വാട്ട് ദ അപ്പോസ്റ്റൽ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർടോൾഡ്. നിങ്ങളോ പ്രിയരെ, നമ്മളെ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ പ്രകാരം ദേ സെറ്റ് ടു യു, അവരെന്താ പറഞ്ഞു? സെറ്റ് ടു യു, നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞു? ഇൻ ദ ലാസ്റ്റ് ടൈംസ്, അവസാന നാളുകളിൽ, there will be scoffers who will follow their own godly desires. 18 വാക്യം എന്തോ? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാവും അന്ത്യകാലത്ത്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിച്ചോണ്ട് അന്ത്യകാലമായി, വന്നും ഇരിക്കുന്നു. ആയെന്നല്ല, വന്നും. ഇപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നു. ഇതെല്ലാം വന്നിട്ട് ഭയമെന്നൊരു സംഭവം നമ്മളിൽ ആർക്കുമില്ല. നമ്മളങ്ങനെ ഇരിക്കുകയാണ്. ദീസ് ആർ ദ പീപ്പിൾ ഹു ഡിവൈഡ് യു. ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മളെ ഭിന്നത ഉണ്ടാക്കുന്നത്. നമ്മൾ വഴക്കുണ്ടാക്കി തീരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഭിന്നതയാണ് അവിടെ വരുന്നത്. ഇങ്ങനെ ഉള്ളവരാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. ഇത് കേട്ട് ഉള്ളിൽ വച്ചിരിക്കുക. പഠിപ്പിച്ച് പെന്തക്കോസ്റ്റ് ലോകത്തിൻ്റെ പാസ്റ്റർമാരുടെ ചില ഇതൊക്കെ അവർ ആത്മാവിൽ പ്രാപിച്ചിട്ടല്ല പറഞ്ഞത്. ആത്മാവിൽ പ്രാപിച്ചിട്ട് പറയുന്നതൊക്കെ സ്നേഹവും ഭയവും ഒക്കെ അതിൻ്റെ അകത്ത് കാണും. ഇത് ഭയമില്ലായ്മ. കറുത്ത പുസ്തകം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരു പിശാചും വരത്തില്ല. പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? കറുത്ത പുസ്തകം ഇങ്ങനെ നെഞ്ചോത്തോട് വച്ചിട്ട് നടക്കുക, ആര് ചോദിക്കാൻ, ഒരു ശത്രുവും നമ്മുടെ അടുത്ത് വരില്ല. ഇതിലാണ്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലാതെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണ് അപ്പോസ്തലന്മാരെല്ലാം. പിന്നീടത്തേലാണ് ഓലയിൽ എഴുതിയതൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പം അത് നമ്മുടെ ഭാഷയിൽ പുസ്തകമായിട്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ഹോളി ബൈബിളൊന്നും അല്ല. ഇത് പ്രസ്സിൽ കൊടുത്ത് അച്ചടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി. അത് വചനം ഇത് ഓരോ വാക്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി എണ്ണം ഇട്ടിട്ട് വരുന്നത്. അതിന് പിന്നെ റീപ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് മിസ്സാവാതിരിക്കാൻ വേണ്ടി. കാരണം ഒരു വാക്കിനും ഒരു ഫുൾ സ്റ്റോപ്പിനും അർത്ഥമുണ്ട്. who will follow their own ungodly desires. These are the people who divide you. ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെ ഇടർത്തി കളയുന്നത്. who follow mere natural instinct. അത് പറയുന്നത് എന്താണ്? 19. ആത്മാവില്ലാത്തവർ, പ്രാകൃതന്മാർ. they follow mere natural എന്ന് വെച്ചാൽ ഭൂമിയിൽ കാണുന്ന, ഇപ്പോൾ നമ്മൾ കാണുന്ന ചുറ്റിലുള്ള കാര്യങ്ങൾ അതിനെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ല, ആത്മാവിൽ കൂടെ അല്ല ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവില്ലാത്തവരാണ്. അവർ ഭൂമിയിൽ ലോകത്തിനുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ ആ ഒരു ചിന്തയിലാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. അല്ല, അവർ ആത്മാവില്ലാത്തവരാ. ബട്ട് യു, പക്ഷെ നിങ്ങളോ, ഡിയർ ഫ്രണ്ട്സ്, ബൈ ബിൽഡിങ് യുവർ സെൽഫ് അപ്പ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, പക്ഷെ നിങ്ങളോ
സ്വയം നിങ്ങളെ തന്നെ വളർത്താൻ വേണ്ടി നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, ആ അതിവിശുദ്ധമായ ഈ വിശ്വാസത്തിൽ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ അതിൽ പെട്ടതാണോ, പരിശുദ്ധാത്മാവിലാണോ, നമ്മൾ ഹോളി ഫെയ്ത്തിൽ കൂടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇതനുസരിച്ച് കർത്താവിൻ്റെ അടുക്കലാണോ നമ്മൾ പോയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ്, പരിശുദ്ധാത്മ ഇല്ലാത്തവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരാം, അവരിങ്ങനെ വന്നു എന്നും വീണ്ടും ഓർമ്മിപ്പിച്ച് തന്നിട്ട് പറയാം. പക്ഷേ നിങ്ങളോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൂട്ടത്തിൽ നമ്മളാണോ, നമ്മൾ അതിലുണ്ടോ? വീണ്ടും ഉള്ളുകൊണ്ട് പിതാവായ ദൈവത്തിന് യാചിക്കണം, കർത്താവേ ആ ലിസ്റ്റിൽ ഞാൻ പെടണമേ. ഞാൻ അതിലാണ് എന്ന് പറയുന്നവൻ സ്വയം നീതീകരിക്കുന്നവൻ ദൈവം അടിച്ച് താഴ്ത്തിടും. താഴ്മ ധരിക്കുന്നവന് കർത്താവ് ഉയർത്തപ്പെടും. എത്രമാത്രം താഴ്മ ധരിക്കുന്നോ അത്രമാത്രം ഉയർത്തപ്പെടും. കീപ് യുവർ സെൽഫ്സ് ഇൻ ഗോഡ്സ് ലവ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അകത്ത് കിടക്കണം. ആസ് യു വെയിറ്റ്, അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ, ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ബ്രിങ് യു ടു എറ്റേണൽ ലൈഫ്. 21-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളുവാൻ. ബി മേഴ്സിഫുൾ ടു ദോസ് ഡൗട്ട്. സംശയമുള്ളവർക്ക് അവരുടെ അടുത്ത് കരുണ തോന്നണമേ. അതെന്ന് അവർക്ക് സംശയമുണ്ട്, അത് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് സംശയമുണ്ട്, അവർക്ക് കരുണ തോന്നണമേ. എന്നിട്ട് ചിലരെ അവരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിച്ച് കൊണ്ടുവരണം. മറ്റു ചിലവർക്ക് ഷോ മേഴ്സി മിക്സ്ഡ് വിത്ത് ഫിയർ. ഭയത്താലും അവർക്ക് സന്തോഷം അൽപ്പിക്കണം. ടു അതേഴ്സ് ഷോ മേഴ്സി മിക്സ്ഡ് വിത്ത് ഫിയർ, ഹേറ്റിംഗ് ഈവൻ ദ ക്ലോത്തിങ് സ്റ്റെയിൻഡ് ബൈ കറപ്റ്റഡ് ഫ്ലഷ്. അത് വായിച്ചൊന്നുകൂടെ. 23. ജഡത്താൽ കരപിടിച്ചു. Hating even the clothing stained by corrupted flesh, mixed with fear. അവർക്ക് ഭയവും, ഹേറ്റിംഗ് ഈവൻ ദ ക്ലോത്തിങ്, അവരുടെ വസ്ത്രധാരണയിൽ തന്നെ ഇഷ്ടപ്പെടാത്ത ഇതില്ല, അതിന് ശപിക്കുന്നത്. സ്റ്റെയിൻഡ് ബൈ കറപ്റ്റഡ് ഫ്ലഷ്, ജഡത്താൽ എല്ലാ അശുദ്ധികളും ഉള്ള വ്യക്തികളുടെ അടുത്തും അവരെ തീയിൽ നിന്ന് എടുക്കാൻ. ഇരുപത്തിനാലാമത്തെ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. നമ്മളിവിടെ ഡെയിലി വിഴക്കാണ്. കർത്താവ് അവസാനം പറയുന്ന വാക്ക്, വീഴാതെ വണ്ണം നിങ്ങളെ തന്നെ സൂക്ഷിപ്പിൻ. കർത്താവിൻ്റെ മഹിമയുടെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാനാ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. To him who is able to keep you from stumbling and to present you before his glorious presence without fault and with great joy. നമ്മൾ ഭയത്താളെ വിറയലോടുകൂടി കർത്താവിൻ്റെ മുന്നിൽ വരുമ്പോൾ ബി ഗ്ലോറിയസ്, സന്തോഷമായ ഇതിൽ പ്രസൻസിൽ നമ്മൾ എത്തണം. വിത്തൗട്ട് ഫോൾട്ട്, ഒരു തെറ്റുകളൊന്നുമില്ലാതെ. എന്നിട്ട് വിത്ത് ഗ്രേറ്റ് ജോയ്, ഭയങ്കര സന്തോഷത്തോടു കൂടി. ടു ദ ഒൺലി ഗോഡ്, ഒരേ ഒരു ദൈവത്തിൻ്റെ അടുത്ത്. അവർ സേവിയർ, നമ്മുടെ
രക്ഷിതാവും. ബി ഗ്ലോറി, സന്തോഷിപ്പിൻ. മെജസ്റ്റി, പവർ ആൻഡ് അതോറിറ്റിയും പവറുമുള്ള ആ വ്യക്തിയുടെ അടുത്ത് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മുഖാന്തരം അവർ ലോഡ് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ. ബിഫോർ ഓൾ ഏജസ്, എല്ലാ ഇനി അങ്ങോട്ടുള്ള ജീവിതകാലത്തിന് മുമ്പേ, നൗ ആൻഡ് ഫോർ എവർ മോർ ഏമൻ, ഇപ്പോഴും എന്നും എന്നേക്കും അങ്ങനെ വരണം. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് വിറയലോടി നമ്മൾ താഴ്മ ധരിച്ച് ക്രിസ്തു യേശുവിൽ കൂടെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടി കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയണം. ഇന്നും എന്നും എപ്പോഴും. നല്ല മനസ്സിലായ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയുള്ള സാവകാശം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം.
ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ എന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ എന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എങ്ങനായി ഇങ്ങനെ പരദേശിയാൻ നാടുവീടു വിട്ടു ഞാനറിഞ്ഞപ്പോൾ. എങ്ങനായി ഇങ്ങനെ പരദേശിയാൻ നാടുവീടു വിട്ടു ഞാനറിഞ്ഞപ്പോൾ. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നൊരച്ഛനാഥേ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നൊരച്ഛനാഥേ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും നിരന്തരം. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും നിരന്തരം. അന്ന് പാടും ദൂരമതേയാണ്ട് പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂരമതേയാണ്ട് പാടും ദേവരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം